ചേട്ടാ ഒന്നിട്ട് പോയി ഒന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ താമസക്കാരനാണോ? ഞാൻ ഇവിടെ വീട്ടിൽ താമസിക്കുന്ന. അതെ ചേട്ടാ, ഈ സർവേ നമ്പർ 360/2 അത് എവിടെയായിട്ടാ വരിക? സർവേ നമ്പർ 360/2. ബാർ രണ്ടെണ്ണമൊന്നുമില്ല, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് തൊട്ടടുത്തുണ്ട്. അവിടെ ബിയർ മാത്രം കിട്ടുള്ളൂ. അതെ, ആ ബാറല്ല. ഇവിടെ ഈ ചെറ ഉണ്ടോ? ചെറ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടൊരു ചെറ ഈ പരിസരത്ത് എവിടെയുണ്ടോ? ചെറ ഉണ്ടോ? ഇവിടെ ചെറൊന്നുമില്ല. വർഗീസ് പോകാനുള്ള സ്ഥലമാണ്. അത് അയാൾ വെറുതെ ഇട്ടിരിക്കുകയാണ്. അല്ലാണ്ട് ചെറ ഇല്ല ഇവിടെ അല്ലേ? എന്റെ പൊന്നു സാറ്, അങ്ങനെ ചെറ ഇവിടെ ഇല്ല. ഇത് സാറിന് വരെ പട്ടം കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കുള്ളൂ. ശരി, നിങ്ങൾ പോയിക്കോളൂ. സത്യശീല, അങ്ങനെ ഈ പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എന്താ പറയാ? പറയുമ്പോൾ സാറേ നിങ്ങൾക്ക് എന്താ പറയാളേ? ഒന്നും പറയാല്ല. നിങ്ങൾ പറഞ്ഞേക്ക് മനസ്സിലാവണല്ലോ. നിങ്ങൾ എണീക്കാൻ നിങ്ങളൊരു ഉദ്യോഗസ്ഥനല്ലേ? നമ്മളെ കഴിച്ചിലാക്കണം. എനിക്ക് പെരയിൽ വിവാഹമായി എത്തിയ 3 പെൺകുട്ടികളാണ്. നിങ്ങളുടെ കുടുംബം ഈ ചെറിയ തമ്മിൽ എന്താ ബന്ധം? കഥ പിടുത്തം കിട്ടാത്ത സാറേ, സത്യത്തില് ഇങ്ങനൊരു ചെറില്ല സാറേ. ചെറില്ലേ? ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ചെറിയ. ഉണ്ടാക്കിയ ചെറ എവിടെ? അത് കാണിക്ക്. അല്ല സാറേ, അത് പറഞ്ഞുണ്ടാക്കിയ ചെറിയാണ്. അപ്പൊ എന്തിനാണോ നിങ്ങൾ ഉണ്ടാക്കി ഈ സാങ്കല്പിക ചെറയിലേക്ക് ഈ പോരി വയലത്ത് ഇന്നേം കൊണ്ട് നടന്ന നിങ്ങള്? സാറിന് ചെറ കാണണമെന്ന് പറഞ്ഞോണ്ട്. ചെറ കാണണമെന്ന് പറഞ്ഞാൽ അതെ, എന്റെ സെമ നയിച്ചിട്ട് നിൽക്കാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അനവധി തവണ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ചെറുടെ പേരും പറഞ്ഞിട്ട് ഫണ്ട് എഴുതി പാസ്സാക്കി തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇതൊക്കെ എവിടെ കൊണ്ടായിരുന്നു നിങ്ങള്? എവിടെ കൊണ്ടായിരുന്നു നിങ്ങള്? ജീവിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ശമ്പളം ഇല്ലടോ. ഈ ജാതി പണിയാ ചെയ്യാ. ഇനി അതും പോകാനിട്ട് അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനെ ഈ പൊരി വലിച്ചിട്ട് നടത്തുക നായന്റെ മാതിരി. ഇത് ഞാൻ നടപടി എടുക്കും. രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എന്റെ ജോലി നോക്കണ്ടേ? ഞാനിത് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഇല്ലാത്ത ചരക്ക് ഞാൻ പോയി കണ്ടു പറഞ്ഞിട്ട് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്ത് വെക്കാം. 3 കുടുംബത്തിനെ ഓർത്തിട്ടെങ്കിലും സാറാ ഒന്ന് ചെയ്തു. കുടുംബം കുട്ടിച്ചോറായി പോ സാർ. കരയാണ്ടിക്കങ്ങള് തീരുമാനം ഉണ്ടാക്കാൻ പറ്റോ? സാറ് തീരുമാനം എടുക്കും. കരയില്ലേ? നമുക്ക് ഈ ചെറ അങ്ങോട്ട് മൂടാ. അല്ല സാറേ, അങ്ങനെ ഒരു ചെറ ഇല്ലല്ലോ. ഇല്ലാത്ത ചെറ മെയിൻറ്റെയിൻ ചെയ്യാച്ചാ പിന്നെ മൂടണോണ്ട് എന്താ നിങ്ങൾക്ക്? എന്നാ പിന്നെ മൂടാ സാറേ. അതാ മൂടിക്കളാ. ആ വകുപ്പിൽ നമുക്ക് കുറച്ച് വരുമല്ലോ. വരവും പോക്കൊക്കെ ഞാൻ പിന്നീട് തീരുമാനിക്കാം. അപ്പൊ അത് ഈ മൂടേണ്ട കാര്യം ഒന്ന് ആലോചിക്കും. ഈ ചരക്ക് എത്ര ആയം വരും? അത് 5 അടി വരും സാറേ. 5 പോരാ, പിന്നെ 7 അടി വരും. അതും പോരാ. ഇതിന്റെ നീളവും വീതി എത്രയാണ്? വീതി ഒരു 12 അടി 15 വരെയൊക്കെ ഉണ്ടാവും. നീളം നിങ്ങളൊരു 10, 28, 30 പോരാ. ഇതിന് ഒരു 40 അടി നീളം വരും, 30 അടി വീതിയും വരും, 10 അടി ആയം വരും. വലിയ ചെറിയാണ്. ഇത് മൂടണമെങ്കിൽ ഇത്തിരി ചെലവ് വരും എന്നർത്ഥം സാറേ. അപ്പൊ ഒരു 5-5.5 ലക്ഷം ഉറുപ്പിയോളം വരും. വരട്ടടോ, കോൺട്രാക്ടറെ ഏൽപ്പിക്കണ്ടേ? ടെൻഡർ കൊടുക്കണോ? നമ്മൾ പറഞ്ഞ കേൾക്കണ കോൺട്രാക്ടേഴ്സ് ഉള്ളൂ ഇവിടെ. മതിയല്ലോ. അപ്പൊ ഈ ചെറ മൂടൽ പദ്ധതി ഉണ്ടല്ലോ, അതിന്റെ പങ്ക് പറ്റാൻ ആരും വരാൻ നിൽക്കണ്ട. അയ്യോ, അതെന്താ? അത് കിട്ടൂല. അത് ഞാൻ എടുക്കും. അങ്ങോട്ട് പറയാ. അതിപ്പോ ഒരു പാലട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ? അപ്പൊ കണ്ട വർഷം ഈ ചെറയുടെ മുകളിൽ കൂടെ ഒരു പാലിട്ടിട്ട് അയ് വഴി ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. വന്നോ? അല്ലെങ്കിൽ ആ റിപ്പോർട്ട് കറക്റ്റായിട്ട് കൊടുക്കാം. അല്ല, ഇത് പുതിയ പാലായതുകൊണ്ട് ആ പുതിയ പാലത്തിന്റെ പണി ഞാൻ നോക്കിക്കോളാം. മതി. എന്നാ വണ്ടി എടുത്തോളി. അപ്പൊ ഫ്ലാറ്റ് വാങ്ങണ കാര്യത്തിൽ ഒരു തീരുമാനമായി.